നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വ്യാജരേഖാ നിർമ്മാണം രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടന്നത് രാജ്യദ്രോഹ കുറ്റമെന്നും MV ഗോവിന്ദൻ. വൻ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ കടത്തിയത് 1500 ലിറ്റർ സ്പിരിറ്റ്. കണ്ണൂർ സ്വദേശികൾ എക്സൈസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സ്കൂൾ കൗൺസിലേഴ്സിനായി ഏകദിന ഡിജിറ്റൽ സേഫ്റ്റി ബോധവൽക്കരണ ശില്പശാല നടത്തി. ലക്ഷ്യം കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ ശാസ്ത്രീയമായി മാറ്റിയെടുക്കുക. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജരേഖാ നിർമ്മാണം രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. രാജ്യദ്രോഹ കുറ്റമാണ് നടന്നത്. വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തി കുറ്റക്കാരെ ശിക്ഷിക്കണമെന്നും MV ഗോവിന്ദൻ. യഥാർത്ഥത്തിൽ രാജ്യദ്രോഹ കുറ്റമാണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിനും പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും ഉപയോഗിക്കേണ്ടുന്ന ഐഡന്റിറ്റി കാർഡ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ തീരുമാനിക്കുകയും അത് ലക്ഷക്കണക്കിന് എണ്ണം വ്യാജമായിട്ട് നിർമ്മിക്കുകയും ചെയ്ത രാജ്യദ്രോഹപരമായ നിലപാടിൻ്റെ മേലെ വളരെ ഫലപ്രദമായ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. ഇലക്ഷൻ കമ്മീഷനും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനും പരാതികൾ നൽകി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം അവരും നടത്തേണ്ടതുണ്ട്. കേവലം ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആവാൻ വേണ്ടി ആരെങ്കിലും തീരുമാനിക്കുകയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വിഭാഗീയ പ്രവർത്തനം നടത്തുകയും ചെയ്തു എന്ന് മാത്രമുള്ളതല്ല പ്രശ്നം. അത് വളരെ ചെറിയ പ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രശ്നം ഐഡന്റിറ്റി കാർഡ് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ലക്ഷക്കണക്കിന് ഉണ്ടാക്കുക, ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്ററി സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് സംബന്ധിച്ചുള്ള അന്വേഷണം വളരെ ശക്തിയായിട്ട് നടക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA കണ്ണൂർ നോർത്ത് സബ് ജില്ല 33ാം വാർഷിക സമ്മേളനം ചാല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. ബീന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. രാവിലെ പ്രകടനമായി എത്തിയ സമ്മേളന പ്രതിനിധികൾ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. തുടർന്ന് സ്വാഗത ഗാനത്തോടെ സമ്മേളന നടപടികൾ ആരംഭിച്ചു. ഇന്നത്തെ ദേശീയ സാഹചര്യത്തിൽ, പ്രാദേശിക സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള മുദ്രാവാക്യമാണ് സമ്മേളനത്തിന് മുന്നോടിയായി നമ്മൾ വിളിച്ചിട്ടുള്ളത് എന്നുള്ളത് മതനിരപേക്ഷ വിദ്യാഭ്യാസം, ബഹുസ്വര ഇന്ത്യ, വികസിത കേരളം. ഈ രാജ്യത്തെ നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാകെ ചേർത്ത് പിടിച്ചുകൊണ്ട് സബ് ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി 250ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. KSTA സബ് ജില്ലാ പ്രസിഡന്റ് PP സുനിൽ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം വൈസ് ചെയർമാൻ T. രതീശൻ സ്വാഗതം പറഞ്ഞു. സബ് ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ EC അതുൽ കൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും KP വിനോദ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KSTA ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം C. ജലചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും സബ് ജില്ലാ സെക്രട്ടറി TK പ്രദീപൻ പ്രവർത്തന റിപ്പോർട്ടും സബ് ജില്ലാ ട്രഷറർ K. വേണു വരവ് ചിലവ് കണക്കും അവതരിപ്പിച്ചു. സംസ്ഥാന ജില്ലാ നേതാക്കളായ K. ശശീന്ദ്രൻ, K. പ്രകാശൻ, KP മനോജ് കുമാർ, M. പ്രീന, PK പ്രകാശൻ തുടങ്ങിയവർ പങ്കെടുത്തു. പുതിയ സബ് ജില്ലാ പ്രസിഡന്റായി ദേവേശൻ ചാത്തോത്തിനെയും സബ് ജില്ലാ സെക്രട്ടറിയായി TK പ്രദീപൻ മാസ്റ്ററെയും ട്രഷററായി K. വേണുവിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. മാഹി മദ്യവുമായി യുവാവ് അറസ്റ്റിൽ. ആലക്കോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഷാബു സിയും സംഘവും നടത്തിയ റെയ്ഡിലാണ് മണക്കടവ് നിന്നും 10 ലിറ്റർ മാഹി മദ്യവുമായി നടുവിൽ സ്വദേശി രാജീവ് പിടിയിലായത്. ആലക്കോട് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ഷാബു സിയും സംഘവും മണക്കടവ് ചിക്കാട് ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് മണക്കടവ് നിന്നും 10 ലിറ്റർ മാഹി മദ്യവുമായി രാജീവ് TM അറസ്റ്റിലാവുന്നത്. ഇയാൾക്കെതിരെ അബ്കാരി ആക്ട് പ്രകാരം കേസെടുത്തു. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർമാരായ പ്രകാശൻ ആലക്കൽ, തോമസ് TK, ബിജു VV, സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേന്ദ്രൻ M, ഷിബു CK, എക്സൈസ് ഡ്രൈവർ ജോർജൻ P എന്നിവരും ഉണ്ടായിരുന്നു. കണ്ണൂർ സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ നേതൃത്വത്തിൽ താവക്കര ക്യാമ്പസിൽ നവംബർ 27, 28, 29 തിങ്കൾ, ചൊവ്വ, ബുധൻ ദിവസങ്ങളിൽ കണ്ണൂർ സർവകലാശാല ലിറ്ററേച്ചർ ഫെസ്റ്റ് KULF എന്ന പേരിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ T. പത്മനാഭൻ 27-ന് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയിൽ തന്നെ ആദ്യമായാണ് സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ ഇത്തരമൊരു വിപുല ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത്.
കണ്ണൂർ സർവകലാശാലയുടെ നേതൃത്വത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. ഈ വരുന്ന 27, 28, 29 തീയതികളിൽ സർവകലാശാല ആസ്ഥാനം താവക്കരയിൽ വെച്ചാണ് ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സർവകലാശാല യൂണിയന്റെ നേതൃത്വത്തിൽ വിവിധ സെഷനുകളിലൂടെ, ഡിബേറ്റുകളിലൂടെ, കലാപരിപാടികളിലൂടെ ഇത്തരത്തിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നത്. വിപുലമായി ഇത്തരത്തിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ ഉദ്ഘാടനം ടി പത്മനാഭൻ, പ്രശസ്ത എഴുത്തുകാരൻ, അതുപോലെ തന്നെ സമാപനം ഉദ്ഘാടനം ചെയ്യുന്നത് തമിഴ്നാട്ടിലെ സ്പോർട്സ് ആൻഡ് യൂത്ത് വെൽഫെയർ മിനിസ്റ്ററായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനാണ്. ഏറ്റവും അവസാനത്തെ ദിവസം 28-ാം തീയതി 4:30-ന്. ചടങ്ങിൽ ഡോക്ടർ ശിവദാസൻ എം പി, കടന്നപ്പള്ളി രാമചന്ദ്രൻ MLA എന്നിവർ സംബന്ധിക്കും. 3 ദിവസങ്ങളിലായി 3 വേദികളിലായി നടക്കുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 1000-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരും പൊതുജനങ്ങളുമാണ് ഭാഗമാവുക. വ്യത്യസ്തമായ 75ഓളം സെഷനുകളിലായി 150ഓളം അതിഥികളാണ് പങ്കെടുക്കുക. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം 29-ന് വൈകിട്ട് 4 മണിക്ക് നടക്കും. മുഖ്യാതിഥിയായി തമിഴ്നാട് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഉദയനിധി സ്റ്റാലിൻ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ DSS ഡോക്ടർ നഫീസ ബേബി, റഫീഖ് ഇബ്രാഹിം, സഞ്ജീവ് VS, അനന്യ, അഖില TP തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി വാർത്തയിൽ ഒരു ഇടവേള. ഇടവേളക്ക് മുമ്പേ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജരേഖാ നിർമ്മാണം രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടന്നത് രാജ്യദ്രോഹ കുറ്റമെന്നും MV ഗോവിന്ദൻ. വൻ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ കടത്തിയത് 1500 ലിറ്റർ സ്പിരിറ്റ്. കണ്ണൂർ സ്വദേശികൾ എക്സൈസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സ്കൂൾ കൗൺസിലേഴ്സിനായി ഏകദിന ഡിജിറ്റൽ സേഫ്റ്റി ബോധവൽക്കരണ ശില്പശാല നടത്തി. ലക്ഷ്യം കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ ശാസ്ത്രീയമായി മാറ്റിയെടുക്കുക. അറിഞ്ഞോ 15% മുതൽ 50% വരെ ഡിസ്കൗണ്ട് കിട്ടും. ലുലു സാരീസ് അവതരിപ്പിക്കുന്നു സൂപ്പർ സെയിൽ സൂപ്പർ ഡിസ്കൗണ്ട്. എല്ലാ സെക്ഷനുകളിലെയും ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനുകൾ 15 മുതൽ 50% വരെ ഡിസ്കൗണ്ടിൽ. ഈ ഓഫർ നവംബർ 5 മുതൽ ഡിസംബർ 5 വരെ ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ബ്രാഞ്ചുകളിൽ മാത്രം. മധുര പാരമ്പര്യത്തിന് കയ്യൊപ്പ് ചാർത്തി കണ്ണൂരിന്റെ സ്വന്തം കൂൾലാൻഡ്. ഐസ്ക്രീമുകളും ഫാലൂദയും ഫ്രഷ് ജ്യൂസുകളും ആസ്വദിച്ച് കഴിക്കാൻ ഒരിടം. കൂൾലാൻഡ്, സ്റ്റേഡിയം ബിൽഡിംഗ്, കണ്ണൂർ. കേരളത്തിലെ നമ്പർ 1 ഫാഷൻ ഡിസൈനിങ് ആൻഡ് കോസ്മെറ്റോളജി കോളേജ് GITDയിൽ SSLC +2 കഴിഞ്ഞവർക്ക് ഉടൻ ജോലി ലഭിക്കുന്ന കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BSc in Fashion Designing, Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പരിശീലനം, മിതമായ ഫീസ്. പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി, അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി ആൻഡ് ഡിപ്ലോമ ഇൻ ബ്യൂട്ടീഷ്യൻ ആൻഡ് കോസ്മെറ്റോളജി. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിംഗ് കോഴ്സ്. എല്ലാ വർഷവും നടന്നുവരുന്ന ഡിസൈനേഴ്സ് ഷോ GITDയുടെ മാത്രം പ്രത്യേകതയാണ്. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം.
കല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് കണ്ണൂർ. വിശേഷാവസരങ്ങൾക്ക് സ്വാദിഷ്ട നാടൻ സദ്യയും വെജ് നോൺ വെജ് വിഭവങ്ങളും ഓർഡർ അനുസരിച്ച് ഡോർ ഡെലിവറി. MMR കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് കണ്ണൂർ. ഗവൺമെന്റ് അംഗീകാരത്തോടെ കൃത്രിമ രുചിക്കൂട്ട് ചേരാത്ത ഭക്ഷ്യവിഭവങ്ങൾ, ഹൃദ്യമായ സർവീസ്, 50 വർഷത്തെ അനുഭവ പരിചയമുള്ള പാചക വിദഗ്ധരുടെ കൈപുണ്യം. തലശ്ശേരി, കൂത്തുപറമ്പ്, തളിപ്പറമ്പ്, കണ്ണൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സേവനം ലഭ്യമാണ്. MMR കാറ്ററിംഗ്, KSEBക്ക് സമീപം, താഴെ ചൊവ്വ, കണ്ണൂർ. കോൺടാക്ട് നമ്പർ 9744 323436. വാർത്തകൾ തുടരുന്നു. തൃശൂർ ചാവക്കാട് ഇടക്കഴിയൂരിൽ നിന്നും മിനി ലോറിയിൽ കടത്തുകയായിരുന്ന സ്പിരിറ്റ് പിടികൂടി. ചകിരി ചാക്കുകളുടെ മറവിൽ 43 പ്ലാസ്റ്റിക് കന്നാസുകളിലായി കടത്തിക്കൊണ്ടുവന്ന 1500 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. കണ്ണൂർ സ്വദേശികളായ ലിനീഷ്, നവീൻ എന്നിവരെ എക്സൈസ് പിടികൂടി. സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തലവനായ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു തൃശൂർ, ചാവക്കാട്, ഇടക്കഴിയൂർ എന്നീ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. ടാറ്റ ഇൻട്ര മിനി ലോറിയിൽ ചകിരിച്ചാക്കുകളുടെ മറവിൽ 43 പ്ലാസ്റ്റിക് കന്നാസുകളിലായിരുന്നു സ്പിരിറ്റ് കടത്താൻ ശ്രമിച്ചത്. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശികളായ ലിനീഷ്, നവീൻ എന്നിവരെ എക്സൈസ് അറസ്റ്റ് ചെയ്തു. തുടർ കേസിന്റെ മേൽ നടപടികൾക്കായി ചാവക്കാട് എക്സൈസ് സംഘത്തെ പ്രതികളെ ഏൽപ്പിച്ചു. കേസ് കണ്ട റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാർ, എക്സൈസ് ഇൻസ്പെക്ടർമാരായ TR മുകേഷ് കുമാർ, S മധുസൂദനൻ നായർ, പ്രിവന്റീവ് ഓഫീസർ SG സുനിൽ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ M വിശാഖ്, P സുബിൻ, MM അരുൺകുമാർ, ബസന്ത് കുമാർ, രജിത് R നായർ, K മുഹമ്മദ് അലി, എക്സൈസ് ഡ്രൈവർമാരായ വിനോജ് ഖാൻ, സേട്ട്, K രാജീവ് എന്നിവരും പങ്കെടുത്തിരുന്നു. വിമുക്ത ഭടന്മാരുടെ ആവശ്യങ്ങളോട് സർക്കാരുകൾ മുഖം തിരിക്കുകയാണെന്നും 8 മാസമായി ഡൽഹിയിൽ 1 റാങ്ക് 1 പെൻഷനിലെ അപാകതകൾ പരിഹരിക്കാനായി വിമുക്ത ഭടന്മാർ നടത്തിവരുന്ന സമര പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായും കേരള പ്രദേശ് എക്സ് സർവീസ്മെൻ കോൺഗ്രസ് XSC ജില്ലാ ഭാരവാഹികൾ പ്രസ് ക്ലബിൽ അറിയിച്ചു. നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഡൽഹിയിൽ നമ്മുടെ സഹോദരങ്ങൾ 8 മാസമായിട്ട് 1 റാങ്ക് 1 പെൻഷൻ എന്ന ഒരു ആവശ്യത്തിനായിട്ട് സമരം ചെയ്തു വരികയാണ്. നിർഭാഗ്യവശാൽ അത് വേണ്ടത്ര വാർത്താ പ്രാധാന്യമൊന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് അവർ റെയിൽ റോക്കോ, റെയിൽവേ തടയൽ, തീവണ്ടി തടയുന്നൊരു സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. കാര്യമായിട്ട് ഞങ്ങൾ ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനാണ്. നമ്മുടെ സംഘടനയിൽപ്പെട്ടവരും മറ്റ് സഹോദര സംഘടനകളും എല്ലാം ഇന്ന് ഡൽഹിയിൽ പോയിട്ട് അതിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ കണ്ണൂരിൽ ഞങ്ങൾ ഒരു റെയിൽവേ തടയുന്ന ഒരു പരിപാടി ഒഴിവാക്കാൻ വേണ്ടി ഒരു പ്രതിഷേധമായിട്ടൊരു പത്രസമ്മേളനം നടത്തുകയാണ്. പിന്നെ നമ്മുടെ സംഘടന പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത് 1 റാങ്ക് 1 പെൻഷൻ, അത് ഓൾറെഡി സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അടുത്ത ഒരു നമ്മുടെ പ്രധാന ആവശ്യം ECHS, എക്സ് സർവീസ്മെൻ കോൺട്രിബ്യൂട്ടറി ഹെൽത്ത് സ്കീം. മറ്റ് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർക്ക് അത് CGHS ആണ്. ECHSൽ കുറേ ഹോസ്പിറ്റലുകൾ ഉണ്ടായിരുന്നെങ്കിലും നിർഭാഗ്യവശാൽ ഇപ്പോൾ 2-3 ഹോസ്പിറ്റൽ മാത്രമാണ് കണ്ണൂരിൽ ആ സ്കീമിൽ എംപാനലായിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ഹോസ്പിറ്റലുകൾ അതിലേക്ക് വരണമെന്നും, ഇപ്പോൾ ആയുർവേദം കൂടി എംപാനലായിട്ടുണ്ട്. പക്ഷേ അതിലൊരു പ്രധാന പ്രശ്നങ്ങളുള്ളത്, ആയുർവേദം നമ്മൾ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അലോപ്പതി ട്രീറ്റ്മെൻറ്റ് ലഭിക്കില്ല എന്നൊരു അശാസ്ത്രീയമായ ഒരു നിയമം വെച്ചിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ പ്രധാന ആവശ്യം.
ECHS പദ്ധതിയിൽ ആയുർവേദത്തെ ഉൾപ്പെടുത്തിയത് ആശ്വാസമാണെങ്കിലും അലോപ്പതി ചികിത്സ ലഭിച്ചു വരുന്നവർക്ക് ആയുർവേദ ചികിത്സ നിഷേധിക്കുന്നത് പ്രതിഷേധാർഹമാണ്. ജില്ലയിൽ കൂടുതൽ ആശുപത്രികളെ ECHS പാനലിൽ കൊണ്ടുവരണം. DSC ക്യാന്റീനിലെ കോവിഡ് കാലത്ത് തുടങ്ങിയ അശാസ്ത്രീയ ടോക്കൺ ബുക്കിംഗ് നിർത്തണമെന്നും കണ്ണൂരിൽ സൈനിക റെസ്റ്റ് ഹൌസ് അനുവദിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ രഘുനാഥ് മാണിക്കോത്ത്, CV സത്യപാൽ, TJ ചാക്കോ, ഗിരീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. മാലിന്യ സംസ്കരണത്തിലെ വീഴ്ച, സ്കൂളുകൾക്കെതിരെ നടപടി. ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തെ നിയമലംഘനങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ജില്ലാ എൻഫോഴ്സ്മെന്റാണ് കരിവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ കരിവള്ളൂർ IVS-GHSSനും കൂക്കാനത്തെ നെസ്റ്റ് കോളേജിനും എതിരായി നടപടിയെടുത്തത്. കരിവെള്ളൂരിലെ IVS-GHSS സ്കൂളിലെ ഹയർ സെക്കൻഡറി സെക്ഷനിലെ പരിസരത്തായി ജൈവ മാലിന്യങ്ങൾ വൃത്തിഹീനമായ തരത്തിൽ കൂട്ടിയിട്ടതായി കണ്ടെത്തി. കൂക്കാനത്തെ നെസ്റ്റ് കോളേജിലെ ക്യാന്റീനിൽ നിന്നുള്ള മലിനജലം തുറസായ സ്ഥലത്ത് പുറന്തള്ളുന്നതായും സ്ക്വാഡ് കണ്ടെത്തി. 2 സ്ഥാപനങ്ങൾക്കുമെതിരെയും നടപടി സ്വീകരിക്കുന്നതിന് കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാലിന്യ സംസ്കരണ രംഗത്ത് മതിയായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്തതിന് ജില്ലയിൽ ഇതിനകം 15 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെയാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടപടി സ്വീകരിച്ചിട്ടുള്ളത്. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ MV സുമേഷ്, ടീം അംഗങ്ങളായ സിറാജുദ്ദീൻ, കെ നിതിൻ, വത്സലൻ, കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത V തുടങ്ങിയവരും നേതൃത്വം നൽകി. ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ ഓർമ്മ ദിനത്തിൽ KB സോക്കർ അക്കാദമി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചു. സ്പോർട്സ് ലേഖകൻ ദേവദാസ് തളാപ്പ് മറഡോണ അനുസ്മരണ പ്രഭാഷണം നടത്തി. കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഉയരങ്ങൾ കീഴടക്കാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മറഡോണയുടെ ഈ അനുസ്മരണത്തിൽ പങ്കെടുക്കാൻ CDFA ജോയിന്റ് സെക്രട്ടറി P വസന്തകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ടീം ക്യാപ്റ്റൻ KV ധനേഷ്, മുൻ സന്തോഷ് ട്രോഫി താരങ്ങളായ മോഹനൻ, അനിൽകുമാർ എന്നിവരും PP നൂറുദ്ദീൻ, രാജേഷ്, ലോഹി N മിഥുൻ, നവാസ്, PP ശശിധരൻ, O ബൈജു തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. കണ്ണൂർ സിറ്റി സോഷ്യൽ പോലീസിംഗ് ഡിവിഷന്റെ കീഴിലുള്ള ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സ്കൂൾ കൗൺസിലേഴ്സിനായി ഏകദിന ഡിജിറ്റൽ സേഫ്റ്റി ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല അഡീഷണൽ SP PK രാജു ഉദ്ഘാടനം ചെയ്തു. വരുന്ന ഒരു കുട്ടിയോട് ഒരു പോയിന്റ് എത്തുമ്പോൾ അവർക്കൊക്കെയാണ് ഡിഫറൻസ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ മുഴുവൻ സമയം ഫോണിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നിങ്ങൾ പോയിന്റ്സ് നിർത്തുന്നത് പറയുന്നത് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിനാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതിന്റെ ക്ലാസിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഒരു പർട്ടിക്കുലർ ടേം നമുക്ക് ഇതുവരെ ആയിട്ടില്ല. പലരും പല തരത്തിലുള്ള ടേംസാണ് സജസ്റ്റ് ചെയ്യുക. പത്തോളജിക്കൽ ന്യൂസ് ഉണ്ട്. ഇപ്പൊ ഇന്റർനെറ്റ് അഡിക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ വരും അല്ലെ. എന്തൊക്കെയാണ് വരുന്നത്? കുഡ് ബി ഗെയിമിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആയിരിക്കാം, അതിന് ചാറ്റ് റൂംസിലുള്ള കാര്യങ്ങളായിരിക്കാം, സൈബർ ഫോൺ അഡിക്ഷൻ ആയിരിക്കാം, അങ്ങനെ പല ലെവലിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതെല്ലാം ക്രോഡീകരിക്കുക ഒറ്റയൊരു ക്ലാസിഫിക്കേഷന്റെ അടിയിലിടുക എന്നുള്ളതിന്റെ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ എക്സ്റ്റൻസീവ് ആയിട്ടുള്ള റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖല. കുട്ടികളുടെ മൊബൈൽ അടിമത്വം, അതുവഴി ഉണ്ടാകുന്ന മാനസിക, ശാരീരിക, സാമൂഹിക പ്രശ്നങ്ങൾ എന്നിങ്ങനെ മനഃശാസ്ത്രപരമായും സാങ്കേതികപരമായും പരിഹരിക്കാമെന്നതായിരുന്നു ലക്ഷ്യം. കണ്ണൂർ പോലീസ് സഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ ചൈൽഡ് വെൽഫെയർ ഓഫീസർ KK ഹരീഷ് അധ്യക്ഷത വഹിച്ചു. സൈക്കോളജിസ്റ്റുമാരായ ചിപ്പി ജോയ്, N സുധീഷ്ണ, സിവിൽ പോലീസ് ഓഫീസർ അനു BS എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആധുനിക PMR സേവനങ്ങൾ സജ്ജീകരിച്ചതായി ഓപ്പറേഷൻ വിഭാഗം ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഡോക്ടർ ഷാനവാസ് പള്ളിയാൽ അറിയിച്ചു. കിടപ്പ് രോഗികൾക്കും അംഗവൈകല്യത്തെ തുടർന്ന് ബുദ്ധിമുട്ടുന്നവർക്കും ഏറ്റവും മികച്ച അത്യാധുനിക രോഗീ പരിചരണവും പുനരധിവാസവും ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ മൾട്ടി ഡിസിപ്ലിനറി ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ PMR വിഭാഗത്തിലുണ്ട്. crores. എന്നാൽ 2023 പ്രകാരം നമ്മുടെ കണക്കുകൾ ഒന്ന് ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഇൻ ഇന്ത്യ ദ നമ്പേഴ്സ് ഹാവ് റിസൺ അപ് ടു 7.14 crores. കേരളത്തിൽ മാത്രം നോക്കുകയാണെങ്കിൽ 2011 there were around 7.61 lakh people who were disabled. But in 2023 it has risen to 17.41. So the burden of disability is increasing as the years go by or as the days go by. And the biggest challenge നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസേബിൾഡ് ആയിട്ടുള്ളവരെ നോക്കാനായിട്ടുള്ള ഡോക്ടേഴ്സ് who are known as physiatrists is limited in the country.
very only in limited centers, അല്ലെങ്കിൽ tertiary care centers മാത്രം ആണ് നമുക്ക് കുറേ ഫിസിയാട്രിസ്റ്റ് ഉള്ളത്, ലൈക്ക് ഇൻ എയിംസ്, ന്യൂ ഡൽഹി, CMC വെല്ലോഡ്, ജിപ്മർ, സെൻറ്റ് ജോൺസ്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഓൾമോസ്റ്റ് ഓൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഹാവ് എ ഫിസിക്കൽ മെഡിസിൻ റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ആൻഡ് സോ ഡു വി ഹാവ് ഇൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. പ്രമേഹം, പക്ഷാഘാതം, അവയവഛേദം, ഹൃദയാഘാതം തുടങ്ങിയ വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് സംയോജിതമായ ഏറ്റവും ഫലപ്രദമായ സേവനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിലെ PMR വിഭാഗത്തിന്റെ പ്രവർത്തനം. PMR വിഭാഗത്തിലെ വിദഗ്ധർക്കൊപ്പം റിഹാബ് നഴ്സുമാർ, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ, ഫിസിക്കൽ തെറാപ്പിസ്റ്റുകൾ, സ്പീച്ച് തെറാപ്പിസ്റ്റുകൾ, സൈക്കോളജിസ്റ്റുകൾ, സോഷ്യൽ വർക്കർമാർ, പ്രോസ്റ്റൈറ്റിസ്റ്റുകൾ, ഓർത്തോട്ടിസ്റ്റുകൾ തുടങ്ങിയവരും ചേർന്നാണ് പരിചരണം നൽകുന്നത്. നട്ടെല്ലിന് പരിക്കേറ്റ രോഗിയുടെ പുനരധിവാസം, സ്ട്രോക്ക് പുനരധിവാസം, മസ്തിഷ്കക്ഷത പുനരധിവാസം, മസ്തിഷ്കാഘാതങ്ങളുമായി ബന്ധപ്പെട്ട മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, പരിക്ക്, അസുഖം അല്ലെങ്കിൽ വിട്ടുമാറാത്ത അവസ്ഥകൾ എന്നിവ കാരണം പ്രവർത്തന വൈകല്യമുള്ള കുട്ടികൾക്ക് പീഡിയാട്രിക് പുനരധിവാസം, സെറിബ്രൽ പാൾസി പോലെ ഉള്ളവയ്ക്കും തുടങ്ങി നിരവധി ഇൻ പേഷ്യന്റ് സേവനങ്ങളും ഇവിടെ ലഭിക്കും. വാർത്താ സമ്മേളനത്തിൽ PMR വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ ബബീഷ് ചാക്കോയും പങ്കെടുത്തു. കണ്ണൂർ പടിയൂർ പഞ്ചായത്തിൽ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് നടത്തിയ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യോഗത്തിൽ പങ്കെടുക്കാത്തതിനെ തുടർന്ന് 13 സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചു. CPM ഭരിക്കുന്ന പടിയൂർ പഞ്ചായത്തിലെ പെരുമണ്ണ് വാർഡിലാണ് സംഭവം. പ്രതിഷേധവുമായി കോൺഗ്രസും യൂത്ത് കോൺഗ്രസും AUമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഒഴിവാക്കപ്പെട്ടവരെ ഉൾപ്പെടുത്തി മസ്റ്റ് റോൾ തയ്യാറാക്കി ബ്ലോക്കിലേക്ക് അയക്കാൻ ധാരണയായി. നവകേരള സദസ്സിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് പടിയൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 19-ന് വാർഡിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ യോഗം നടത്തിയിരുന്നു. ഈ യോഗത്തിൽ തന്നെ അടുത്ത തൊഴിൽ ചെയ്യുന്നവർക്കുള്ള മസ്റ്റ് റോൾ തയ്യാറാക്കുന്നതിന് തൊഴിലുറപ്പ് പദ്ധതികളുടെ പ്രൊജക്ട് യോഗവും നടത്തി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട യോഗമാണെന്ന് അറിയിച്ചതിനാൽ ഇവർ പങ്കെടുത്തിരുന്നില്ല. ഇന്നലെ തൊഴിലിനായി എത്തിയപ്പോഴാണ് തൊഴിലാളികൾക്ക് തൊഴിൽ നിഷേധിച്ചതായി അറിഞ്ഞത്. 1.5 മാസമായി നമുക്ക് തൊഴിലുറപ്പ് പണി കിട്ടാത്തത്. ഇപ്പം മിഞ്ഞാന്ന് ഒരു 2 ദിവസം മുന്നേ ഒരു പ്രൊജക്റ്റ് മീറ്റിംഗ് വെച്ച് അതിന് പങ്കെടുത്തവരെ മാത്രമേ അവർ പണിക്ക് കൂട്ടിയിട്ടുള്ളൂ. പോകാൻ പറ്റാത്തവരെ ആരെയും അവർ പണിക്ക് ചേർത്തിട്ടില്ല. ഇത് പ്രൊജക്റ്റ് മീറ്റിംഗ് ചെയ്യുമ്പം മെമ്പർ ഒന്നും ഇല്ലാണ്ട് മെമ്പറെന്ന് അറിയിക്കാണ്ട് അവർ മാത്രം കൂടിയ മീറ്റിംഗാണ്. നമ്മൾ എന്താ പോകാണ്ടിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ പല പ്രാവശ്യം നമ്മളോട് തൊഴിലുറപ്പ് പണി തരൂല എന്ന് പറഞ്ഞിട്ട് അവരെ പാർട്ടി പരിപാടിക്കെല്ലാം നമ്മളെ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എന്ത് മീറ്റിംഗാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് കുറേ ആൾക്ക് കൂടാൻ പറ്റിയില്ല. ചിലവർക്ക് ഓരോ കാരണം കൊണ്ടും പോകാൻ പറ്റിയില്ല. എല്ലാവരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തുമ്പം എല്ലാവരും പോകും, പേടിയുള്ളവരെല്ലാം പോകും, നമുക്ക് ജീവിക്കട്ടെ, പണി വേണ്ടതെന്ന് പറഞ്ഞിട്ട് പോകും. അതിനുപോലത്തെ അവർ പ്രതികരിക്കലുമുണ്ട്. അതുകൊണ്ട് നമ്മളെ ഇപ്രാവശ്യത്തെ പണിയിൽ നമ്മളെ കൂട്ടിയില്ല. അതിന് നമ്മൾ ഇന്നലെ പണി തുടങ്ങിയ സമയത്ത് നമ്മൾ സമരം ചെയ്ത് മറ്റുള്ളവർ പണി. സാധാരണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രൊജക്ട് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് വാർഡംഗമാണെങ്കിലും കോൺഗ്രസ് നേതാവ് കൂടിയായ അംഗം R. രാജനെ പങ്കെടുപ്പിക്കാതെയാണ് യോഗം നടത്തിയത്. യോഗത്തിൽ പങ്കെടുക്കാതിരുന്ന തൊഴിലാളികൾ 22-ന് മട്ടന്നൂരിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സദസ്സിലും പങ്കെടുത്തിരുന്നില്ല. ഇന്ന് രാവിലെ തൊഴിലിനെത്തിയവരോട് മസ്റ്ററോളിൽ പേരില്ലെന്നും നിങ്ങൾക്ക് പണിയില്ലെന്നും അറിയിക്കുകയായിരുന്നു. ബഹളമായതോടെ വാർഡംഗം R. രാജൻ, ഓവർസിയർ രാഹുൽ എന്നിവർ സ്ഥലത്തെത്തി. ഇതോടെ പണി നിർത്തിവെച്ചു. ഇന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തുടർന്ന് നടന്ന ചർച്ചയിൽ വീണ്ടും പ്രൊജക്ട് യോഗം ചേർന്ന് ഒഴിവാക്കിയ മുഴുവൻ തൊഴിലാളികളെയും ഉൾപ്പെടുത്തി മസ്റ്റ് റോൾ തയ്യാറാക്കുമെന്നും അവർക്കും തൊഴിൽ നൽകുമെന്നും അധികൃതർ അറിയിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 5710, പവന് 45,680 രൂപ, വെള്ളി 80 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ മിതമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. മാലിദ്വീപ് മുതൽ വടക്കൻ മഹാരാഷ്ട്ര തീരം വരെ ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്നതാണ് മഴ ലഭിക്കാൻ കാരണം. ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദ സാധ്യതാ മുന്നറിയിപ്പുണ്ട്. നാളെയോടെ തെക്കൻ ആൻഡമാൻ കടലിന് മുകളിൽ രൂപപ്പെടുന്ന ചക്രവാത ചുഴി നവംബർ 27ഓടെ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. നവംബർ 29ഓടെ കാറ്റ് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും ആൻഡമാൻ കടലിനും മുകളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട്. നവംബർ 27-ന് തെക്ക് ആൻഡമാൻ കടൽ, വടക്ക് ആൻഡമാൻ കടൽ എന്നീ ഭാഗങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. നവംബർ 28-ന് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. തെക്ക് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 45 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 55 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കുമാണ് സാധ്യത പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്.
ചെയ്തിട്ടുള്ളത്. ഈ തീയതികളിൽ പ്രദേശത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വ്യാജരേഖാ നിർമ്മാണം രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നടന്നത് രാജ്യദ്രോഹ കുറ്റമെന്നും MV ഗോവിന്ദൻ. വൻ സ്പിരിറ്റ് വേട്ട. മിനി ലോറിയിൽ കടത്തിയത് 1500 ലിറ്റർ സ്പിരിറ്റ്. കണ്ണൂർ സ്വദേശികൾ എക്സൈസ് എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെന്റർ സ്കൂൾ കൗൺസിലേഴ്സിനായി ഏകദിന ഡിജിറ്റൽ സേഫ്റ്റി ബോധവൽക്കരണ ശില്പശാല നടത്തി. ലക്ഷ്യം കുട്ടികളിലെ മൊബൈൽ അഡിക്ഷൻ ശാസ്ത്രീയമായി മാറ്റിയെടുക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.